കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടം. UBMC സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും രതീഷ് വാസുദേവൻ ചേരുന്നുണ്ട്. രതീഷ്, വലിയ അപകടമാണ് ഉണ്ടായതെന്ന് മനസ്സിലാക്കുന്നു. ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. സംഭവ സ്ഥലത്ത് സമയത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നു? എപ്പോഴാണ് ഇത് സംഭവിച്ചത്? തീർച്ചയായും ആശങ്കപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ്. കാരണം ഈ കുട്ടികൾ, ചെറിയ കുട്ടികളുള്ള സ്കൂൾ പൂർണ്ണമായും തകർന്നു വീണത്. ഇപ്പോൾ മനസ്സിലാക്കുന്നത് മോളിൽ ഈ സ്കൂളിന്റെ കോമ്പൗണ്ടിൽ ഈ മഴക്കാലത്ത് പൊടുന്നനെ പെയ്ത മഴയ്ക്ക് കൂടുതൽ വെള്ളം നിന്നതിന്റെ വെള്ളം കൂടുതൽ ഇറങ്ങി നനവായി ഈ കെട്ട് അല്ലെങ്കിൽ ഈ കോൺക്രീറ്റ് വ്യക്തി തള്ളിപ്പോയി എന്നതാണ് മനസ്സിലാക്കുന്നത് പ്രാഥമികമായി. എന്തായാലും ഈ സ്കൂൾ സമയത്ത് ആയിരുന്നില്ല, അത് ഉച്ച സമയത്ത് ത്തിന് ശേഷമുള്ള സമയം കഴിഞ്ഞ് കുട്ടികൾ ക്ലാസ്സിൽ കയറി അല്പം കഴിഞ്ഞ ശേഷമാണ് ഇത്തരത്തിൽ മതിലിടിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ദുരന്തം ഒഴിവായി എന്ന ആശ്വാസത്തിലാണ് നാട്ടുകാരും അധ്യാപകരും രക്ഷിതാക്കളും എല്ലാം. എന്തായാലും പ്രാഥമികമായി മനസ്സിലാക്കുന്നത് മോളിൽ ഈ കോമ്പൗണ്ടിലുള്ള വെള്ളമിറങ്ങി വെള്ളക്കെട്ടിൽ ഈ കൂടുതൽ പുതിയ ഭിത്തിയാണ്, പുതിയ ചുറ്റുമതിലാണ്. അതുകൊണ്ട് തന്നെ ഈ മഴക്കാലത്ത് കൂടുതൽ വെള്ളമിറങ്ങി മതിൽ തകർന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന സാഹചര്യമില്ല. എന്തായാലും ആർക്കും അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. കാരണം പ്രവൃത്തി ദിനമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ കുട്ടികൾക്ക് ആർക്കും തന്നെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ആർക്കും ജീവനക്കാർക്കും ഇത്തരത്തിൽ ഈ മതിൽ തകർന്നുമായി ബന്ധപ്പെട്ട് ആശങ്കപ്പെടേണ്ട യാതൊരു പരിക്കുകളും ഒന്നുമില്ല. രതീഷ്, ഈ മതിൽ നേരത്തെ തന്നെ അപകടാവസ്ഥയിലായിരുന്നോ? കാരണം സ്കൂൾ തുറക്കുന്നതിന് മുൻപ് തന്നെ കെട്ടിടങ്ങളുടെ മതിലുകളുടെ ഒക്കെ ഫിറ്റ്നസ് ഒക്കെ പരിശോധിക്കണമെന്ന നിർദ്ദേശം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള പരിശോധനകളൊന്നും നടന്നിരുന്നില്ലേ? അതുമായി ബന്ധപ്പെട്ടെന്നാണ് ലഭിക്കുന്നത് വിവരം. നിലവിൽ പുതിയതായി, അതായത് വളരെ പഴക്കമില്ലാത്ത നിർമ്മിച്ച മതിലാണിത്. അതായത് 2 വർഷത്തിലധികമായിട്ടില്ല ഈ മതിൽ നിർമ്മിച്ചത്. നിലവിൽ തകരേണ്ട യാതൊരു സാധ്യതകളും ഉണ്ടായിരുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ മഴയിൽ കൂടുതൽ വെള്ളം നിന്നത് കൊണ്ട് തന്നെയാവാം ഇത്തരത്തിൽ മതിൽ തകർന്നു എന്ന് ആണ് മനസ്സിലാക്കുന്നത്. ഇനി മതിൽ നിർമ്മാണത്തിലെ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നും മറ്റും കൂടുതൽ വിശദമായി പരിശോധിക്കേണ്ടതുണ്ട്. എന്നാലും നിലവിൽ മറ്റ് പരിശോധനകളിലൊന്നും തന്നെ ഇത്തരത്തിൽ ഒരു ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് സ്കൂള് തുറന്ന് പ്രവർത്തിച്ചത്. എന്തായാലും ഇതിൽ മറ്റെന്തെങ്കിലും തരത്തിൽ നിർമ്മാണത്തിലെ എന്തെങ്കിലും അപാകതയോ മറ്റോ ഉണ്ടോ എന്നത് സംബന്ധിച്ചുള്ള പരിശോധനയും നടത്തേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള വ്യക്തത വരൂ. എന്തായാലും ആശങ്കപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണെങ്കിലും ആർക്കും അപകടത്തിൽപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല എന്ന് തന്നെയാണ് ആശ്വാസകരമായ കാര്യം. സോന, ശരി, സമീപകാലത്ത് നിർമ്മിച്ച ഒരു മതിലാണ് ഇപ്പോൾ ഇടിഞ്ഞു വീണതെന്ന് മനസ്സിലാകുന്നു. രതീഷ്, സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം ഇപ്പോൾ ലഭ്യമാണോ? നേരത്തെ അവരും വലിയ ഒരു ആശങ്കയിലൊക്കെ തന്നെയാണ്. കാരണം നിലവിൽ സുരക്ഷിതമായ ഒരു നിലയുണ്ടായിരുന്ന മതിലാണത്. ആശങ്കപ്പെടുത്തുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് ആദ്യത്തെ മതിൽ ഇടിയുന്നതിന് മുമ്പുള്ള ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം. ഈ വേനൽക്കാലത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ അവധിക്കാലത്തിന് മുമ്പ് നിർമ്മിച്ച മതിൽ എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പൊടുന്നനെ തകർന്നു വീഴുന്നതിൽ അവരും ആശങ്കയിലാണ്. ഏത് തരത്തിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനെ സംബന്ധിച്ചും മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുകളിൽ വെള്ളം ഇറങ്ങിയ സമയത്ത് കൂടുതൽ മണ്ണ് താഴേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിയതാണ്. ശരി, കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിന്റെ മതിൽ ഇടിഞ്ഞു വീണ അപകടം. UBMC സ്കൂളിന്റെ മതിലാണ് ഇടിഞ്ഞു വീണത്. ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. രതീഷ് വാസുദേവനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.